പശ്ചിമ ബംഗാൾ സർക്കാരിനെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും വിമർശിച്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പിതാവ് രംഗത്ത്. മകൾക്ക് നീതി ലഭിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടികളിൽ അതൃപ്തിയും നിരാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു. കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ച നടപടികളിൽ തങ്ങൾ തൃപ്തരല്ല എന്നും സർക്കാർ തങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി ഒന്നും ചെയ്യുന്നില്ല എന്നും ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പിതാവ് ആരോപിച്ചു. ബംഗാളിലെയും രാജ്യത്തെയും ജനങ്ങൾ തങ്ങളുടെ മകളെ അവരുടെ മകളായിട്ടാണ് കാണുന്നത്. ആർക്കും ദുർഗാപൂജ സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തെന്ന മമതാ ബാനർജിയുടെ അവകാശവാദം ഇരയുടെ മാതാവ് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. നഷ്ടപരിഹാരം ലഭിക്കുമെന്നും മകളുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും നിർമ്മിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെന്നും അപ്പോൾ തന്റെ മകൾക്ക് നീതി കിട്ടുമ്പോൾ ഓഫീസിൽ വന്ന് നഷ്ടപരിഹാരം വാങ്ങാമെന്ന് അന്ന് പ്രതികരിച്ചിരുന്നതായും അമ്മ വ്യക്തമാക്കി. അതിനിടെ PG ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആരംഭിച്ച സമരം തുടരുമെന്നും ജൂനിയർ ഡോക്ടർമാർ അറിയിച്ചു. സമരം അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം അംഗീകരിക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ഇടപെട്ട സുപ്രീം കോടതി ഇന്നലെ പ്രതിഷേധം അവസാനിപ്പിച്ച് സേവനം തുടരാൻ സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് നിർദ്ദേശിച്ചിരുന്നു. പൊതുസമൂഹത്തിന് സേവനം നൽകാൻ ഡോക്ടർമാർക്ക് ബാധ്യതയുണ്ടെന്ന് മറക്കരുതെന്നും ഡോക്ടർമാർ തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ പശ്ചിമ ബംഗാൾ സർക്കാരിന് നടപടി സ്വീകരിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു. കൊൽക്കത്ത പോലീസ് കമ്മീഷണറും ആരോഗ്യ സെക്രട്ടറിയും രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഓഗസ്റ്റ് 9 പുലർച്ചെയാണ് രാജ്യത്തെ നടുക്കിയ കൊലപാതകം നടന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിഭാഗത്തിൽ PG ട്രെയിനിയായ വനിതാ ഡോക്ടറെയാണ് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം. ശരീരമാസകലം മുറിവേറ്റിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനം സ്ഥിരീകരിച്ചതോടെയാണ് സംഭവത്തിൽ വൻ പ്രതിഷേധമുയർന്നത്. ഇതിനു പിന്നാലെ പ്രതിയായ പോലീസിന്റെ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായി. കേസ് പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതിക്ക് CBI വിട്ടു.